ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നലെ നമ്മുടെ കേരളത്തിൽ എന്തായാലും ഹർത്താലായല്ലോ. അതുകൊണ്ട് നമ്മുടെ ഇവിടെ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഇന്നലെ പോയത് നമ്മൾ തമിഴ്നാട്ടിലേക്കാണ് കേട്ടോ. നമ്മുടെ ഇവിടെ മഴയായതുകൊണ്ട് അവിടെയും മഴയായിരിക്കും, എങ്ങനെയാണ് പോകാമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നോക്കുമ്പോഴെന്താ, അവിടെ ആണെങ്കിൽ നല്ല വെയിലായിരുന്നു. കരിഞ്ഞു പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പോകുന്ന വഴിക്ക് പിന്നെ സീനറി കാണുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ. എനിക്ക് കൂടുതൽ ഇഷ്ടം ആ തമിഴ്നാട് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് നീണ്ടു കിടക്കുന്ന കാറ്റാടിപ്പാടങ്ങളും അതിൻ്റെ കറക്കവും അവരവിടെ കൃഷി ചെയ്യുന്നതൊക്കെ കാണാനാണ് വളരെ ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ. പിന്നെ നമ്മൾ ഹർത്താൽ പ്രതീക്ഷിക്കാതെ വന്ന ഹർത്താലായതുകൊണ്ട് നമ്മൾ പെട്ടെന്നൊന്ന് പ്ലാൻ ചെയ്തതാണ്. എന്നാൽ പിന്നെ പോയിട്ട് പഴനി മുരുകനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പഴനിയിലേക്കാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. നല്ല വെയിലൊക്കെ തന്നെയായിരുന്നു എല്ലാവിടെയും. ചെരുപ്പൊക്കെ അഴിച്ച് വെച്ച സമയത്ത് കാലം നല്ല രസമുണ്ടായിരുന്നു ചുട്ടുപൊള്ളിയിട്ട്. പിന്നെ മൊബൈൽ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ട് അതൊക്കെ തന്നെ നമ്മൾ താഴെ തന്നെ വെച്ചിട്ടാണ് പോയത്. പക്ഷേ എന്താ, മലയുടെ മുകളിലേക്ക് കയറുമ്പോഴല്ലേ നമുക്കറിയുന്നത്, ഓരോരുത്തർ കാണാതെ മൊബൈലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വലിയ സത്യസന്ധന്മാരായതുകൊണ്ട് നമ്മളതെല്ലാം താഴെ കീപ്പ് ചെയ്തിട്ടാണ് കേട്ടോ പോയത്. പിന്നെ ദേശുട്ടി കുറച്ച് നേരമൊക്കെ ഇങ്ങനെ സുഖമായിട്ട് മലയുടെ മുകളിലൊക്കെ കയറി എല്ലാം സെറ്റായി. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ നന്നായിട്ട് തന്നെ ദൈവത്തെയൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. പക്ഷെ ഇറങ്ങുന്ന സമയത്ത് കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നു. അപ്പം ശരി, അപ്പോൾ അതിനടുത്തായിട്ട് വേറൊരു അമ്പലം കൂടി ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് പഴനിയിൽ നിന്നൊരു 10-12 കിലോമീറ്റർ ദൂരെയായിട്ട് ഒരു കണക്കമ്പട്ടി എന്ന് പറയുന്നൊരു സ്ഥലമാണ് തോന്നുന്നു. കൃത്യമായിട്ട് തമിഴ് മക്കൾ കാണുകയാണെങ്കിൽ പ്രൊണൗൺസിയേഷൻസ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. കണക്കമ്പട്ടി, അവിടെ മൂട്ടൈ സാമിയാർ എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ജീവസമാധി എന്നാണ് പറയുന്നത്. അപ്പോൾ കേട്ടറിവുണ്ട് അതിനെക്കുറിച്ച്. എന്നാൽ പിന്നെ പെട്ടെന്ന് നമ്മൾ എന്തായാലും ഇത്ര ദൂരം വന്നതാണല്ലോ, അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ പ്ലാൻ മാറ്റിയിട്ട് നമ്മൾ വീണ്ടും അങ്ങോട്ട് പോവാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളൊന്നും ആലോചിച്ചില്ല, നേരെ വണ്ടിയെടുത്ത് ഗൂഗിൾ മാപ്പൊക്കെ നോക്കി അവസാനം അമ്പലത്തിൽ കൃത്യമായിട്ട് എത്തിയിട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് നിറയെ തെങ്ങിൻ തോപ്പുകളായിരുന്നു. ഇത് ശരിക്കും ഒരു ഗ്രാമപ്രദേശമാണ് കണക്കമ്പട്ടി. ഇങ്ങനെ വേറെ 1-2 സ്ഥലപ്പേരുകളൊക്കെ ഉണ്ടായിരുന്നു, എനിക്കതൊന്നും ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും നല്ല രസകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. ഗ്രാമത്തിൻ്റേതായിട്ടുള്ള ഭംഗിയും കാര്യങ്ങളൊക്കെ അവിടെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ എത്തിയ ഉടനെ തന്നെ മുമ്പിൽ ഈ മൂട്ടൈ സ്വാമി എന്ന് പറയുന്ന അദ്ദേഹം ഇരുന്ന മരച്ചോടും അദ്ദേഹം ഉപയോഗിച്ച അതുപോലെ തന്നെ കല്ല്, അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന കല്ലുകൾ, അതിനെയൊക്കെ നല്ല പൂജിച്ചിട്ട് അവരത്രയും വിശ്വാസത്തോടു കൂടി അവിടെ വെച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. തമിഴിൽ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് പാർക്കിംഗ് സൗകര്യങ്ങൾ മുതൽ എല്ലാം അവിടെ കൃത്യമായിട്ടുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ പേരിൽ വിശ്വാസങ്ങളും പൂജാകർമ്മങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടുത്തെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എല്ലാവരും പച്ച കളറിലുള്ള മുണ്ടാണ്. സ്വാമിമാരാണെങ്കിലും വിശ്വാസികളും പച്ച കളറിലുള്ള മുണ്ട്, തോർത്ത്, അതുപോലെ തന്നെ നമ്മൾ ഭസ്മം തൊടുന്നത് പോലെ പച്ച കളറിലുള്ള കുറിയൊക്കെയാണ് അവർ തൊട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല രസകരമായിട്ടുള്ളത്, പിന്നെ നല്ല വൃത്തിയുള്ള സ്ഥലമാണ് കേട്ടോ. എല്ലാം കൃത്യമായിട്ട് ബാക്കിയുള്ള അമ്പലങ്ങൾ പോലെയോ അല്ലെങ്കിൽ അതായത് എന്തെങ്കിലും ഇലകളും സാധനങ്ങൾ വരുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ അവിടുത്തെ ചേച്ചിമാരും മറ്റും വന്ന് അടിച്ച് വൃത്തിയാക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റി. പിന്നെ നമ്മൾ പോകുന്ന ദിവസം വലിയ തിരക്കുണ്ടായിരുന്നില്ല, ബുധനാഴ്ച ആയിരുന്നല്ലോ, അതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വളരെ നന്നായിട്ട് തന്നെ ദൈവത്തെ കാണാനും അദ്ദേഹത്തെ കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെ തന്നെ പറ്റി. അപ്പോൾ ഇവിടെ വന്നെന്ന് വെച്ചാൽ അത്രയും നല്ലതാണെന്നുള്ള ഒരു വിശ്വാസമാണ് എല്ലാവർക്കും. പിന്നെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്തും അദ്ദേഹം ഏറ്റവും കൂടുതൽ അന്നദാനം നടത്തുന്നതിന്, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഫുൾ ടൈം അന്നദാനം അവിടെ നടക്കുന്നുണ്ട്. നമ്മളെപ്പോൾ പോയാലും അവിടെ നമുക്ക് ഭക്ഷണം കിട്ടുന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു 5 മണി മുതൽ, രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 9 മണി വരെയാണ് ഈ അമ്പലം പ്രവർത്തിക്കുന്നത്. ഫുൾ ടൈം പൂജ ഉണ്ടാവും, അന്നദാനം ഉണ്ടാവും. അപ്പോൾ ഏറ്റവും നല്ലൊരു അമ്പലം തന്നെയാണ്. അറ്റ്മോസ്ഫിയർ ശാന്തമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. മരങ്ങളെല്ലാം വെച്ച തണലും ഇരിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാത്തിനും നല്ലൊരു അമ്പലം തന്നെയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ പോവാത്തതുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ടാറ്റാ, ബൈ ബൈ.